Hi friends, welcome back. എല്ലാവർക്കും നസീസ് വേൾഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ ഉന്നക്കായയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ. അധികം പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു ഇഡ്ഡലി പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് അതിലോട്ട് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ചിരികിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായി റോസ്റ്റ് ആവുമെന്ന് വേണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉന്നക്കായ കഴിക്കുമ്പോൾ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഈന്തപ്പഴം ചേർക്കുമ്പോൾ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. മധുരം അധികം ആവശ്യമില്ല, കാരണം നമ്മൾ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ പഴത്തിലും നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇനി നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു സമയത്ത് ചേർക്കാനാണ് ഇഷ്ടം. എന്നാൽ കടിക്കുമ്പോൾ ഒരു പഞ്ചസാരയും കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഴം വെന്തോന്ന് നോക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായി വെന്ത് വന്നിട്ടുണ്ടെന്ന്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് തൊലിയൊക്കെ നാരൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ടൊന്ന് നടുകയെന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പൊക്കെ ഒന്ന് കളയാം. ഇത് കറുപ്പ് കളയണം നിർബന്ധമൊന്നുമില്ല, കളഞ്ഞാൽ നല്ലതാണ്. ഞാനിവിടെ എല്ലാത്തിൻ്റെയും ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇത് ഉടച്ചെടുക്കണം. നമുക്കൊരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അധികം ചൂടാറുന്ന മുമ്പ് തന്നെ ഉടച്ചെടുക്കണം, എന്നാലാണ് പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അതിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഒരു ബോൾ പോലാക്കി ഒന്ന് പരത്തിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ നടുവിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് നമുക്കിതൊരു ഉന്നക്കായയുടെ ഷേപ്പിലാക്കി മാറ്റാം. ഇനി കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടി ഒരു ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കുക വേണ്ടത്. ഇതുപോലെ ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ മാറി വരും. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം എല്ലാം വെന്ത സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ അധികം നേരം വെക്കണ്ട. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന്
ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ മാറി നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.